ಶುಭಾಶಯ ವಿಶ್ವ ಮಹಿಳಾ ದಿನಾಚರಣೆಯ ಶುಭಾಶಯ. ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಹಿಳಾ ದಿನಾಚರಣೆ. ಯತ್ರ ನಾರ್ಯಸ್ತೆ ಪೂಜ್ಯಂತೆ ರಮಂತೆ ತತ್ರ ದೇವತಃ. ಅಂದರೆ ಎಲ್ಲಿ ಹೆಣ್ಣು ಪೂಜನೀಯಳೋ ಅಲ್ಲಿ ದೇವತೆಗಳು ಇರುವರು ಎಂದರ್ಥ. ಮಹಿಳೆ ಎಂದರೆ ಸ್ಫೂರ್ತಿ, ಮಹಿಳೆ ಎಂದರೆ ಜ್ಯೋತಿ, ಮಹಿಳೆ ಎಂದರೆ ಸೌಂದರ್ಯದ ಗಣಿ, ಮಹಿಳೆ ಎಂದರೆ ಸಹನಾಮೂರ್ತಿ. ಹೀಗೆ ನಾನಾ ಪದಗಳಿಂದ ಆಕೆಯನ್ನು ವರ್ಣಿಸಿದರೂ ಸಾಲದು. ಆಕೆ ಸಾಂಸ್ಕೃತಿಕ, ಆರ್ಥಿಕ, ರಾಜಕೀಯ, ರಾಷ್ಟ್ರೀಯ, ಜನಾಂಗೀಯ, ಭಾಷಾವಾರು ಹೀಗೆ ಎಲ್ಲಾ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ತಮ್ಮದೇ ಆದ ಛಾಪನ್ನು ಮೂಡಿಸಿರುವ ಮಹಿಳೆಯರು ಪ್ರತಿಯೊಂದನ್ನು ಗುರುತಿಸಿ ಈ ದಿನವನ್ನು ಅವರಿಗೆ ಅರ್ಪಿಸಲಾಗಿದೆ. ಎಲ್ಲ ಮಹಿಳೆಯರಿಗೆ ಗೌರವಪೂರ್ವಕವಾಗಿ ಸೂಚಿಸಲಾಗಿರುವ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಹಿಳಾ ದಿನದ ಆಚರಣೆಯ ಸುಸಂದರ್ಭದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಇಂದು ಈ ಕಾರ್ಯಕ್ರಮದ ಭಾಗವಾಗಿದ್ದೇವೆ. ಇಲ್ಲಿ ನೆರೆದಿರುವ ಎಲ್ಲರಿಗೂ ಮಹಿಳಾ ದಿನಾಚರಣೆಯ ಶುಭಾಶಯಗಳು ಹಾಗೂ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರನ್ನು ನನ್ನ ತುಂಬು ಹೃದಯದಿಂದ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇನೆ. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ LF കത്തീഡ്രൽ പള്ളി വികാരിയും ഭദ്രാവതി രൂപതയുടെ ചാൻസലറുമായ ടിനോ അച്ഛനാണ്. അച്ഛനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന്റെ വിശിഷ്ടാതിഥിയായി വന്നിരിക്കുന്നത് പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ആൻസ്ലി CMC. നമ്മോടൊത്ത പ്രോഗ്രാമിന് എല്ലാവർക്കും ബിലേറ്റഡ് വുമൻസ് ഡേ വിഷസ് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. तमसोमा ज्योतिर्गमय मृत्योर्मामृतं गमय. ॐ शान्ति शान्ति शान्ति. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय. ॐ शान्ति शान्ति शान्ति. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय. ॐ शान्ति शान्ति शान्ति. സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് എന്തെല്ലാം അറിയാം? സാധാരണ സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട്, ആ കുഞ്ഞിനെ പരിരക്ഷിക്കുവാനായിട്ട്, തന്റെ ജീവൻ പോലും തന്റെ ചോര പോലും സ്ത്രീകൾക്ക് അറിയാവുന്ന മറ്റൊരു നല്ല കാര്യമാണ് സ്ത്രീകൾക്ക് സ്നേഹിക്കാൻ അറിയാം. സ്നേഹം എന്ന പുണ്യം അറിയാം. ഭർത്താവിന്റെ അഭിരുചികൾ അല്ലെങ്കിൽ പുരുഷന്റെ അഭിരുചികൾ അറിയാവുന്ന ആളാണ് സ്ത്രീ. പക്ഷേ യഥാർത്ഥത്തില് ഈ സ്നേഹം എന്ന പുണ്യം പലപ്പോഴും അത് ചൂഷണത്തിന് വിധേയമാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ യഥാർത്ഥത്തില് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകള് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യമില്ലാത്തവരായി തീരുന്നു. മുൻനിരയിലേക്ക് വരുവാനായിട്ട് തയ്യാറാവുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മള് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാനും ചിലരെ നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യഥാർത്ഥത്തില് എല്ലാ സ്ത്രീകളും അതുപോലെ മുൻപോട്ട് വരുവാനായിട്ട് തയ്യാറാണോ? തയ്യാറല്ല എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മള് ഇവിടെ ഈ എവ്രേസ്യ കാർമൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തില് ഇന്റർനാഷണൽ വിമൻസ് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സാധ്യതകളെ തുറക്കുന്നവരായി തീരണം. സാധ്യതകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം.
പല സാധ്യതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മുൻപിലുണ്ട്. ആ സാധ്യതകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വിജയകരമായിട്ട് തീരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നല്ലൊരു മധ്യാഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ಬಗ್ಗೆ ಅತಿ ಚುಟುಕಾಗಿ ಹೇಳಿದಂತಹ ಫಾದರ್ ಟಿನೋ ಇವರಿಗೆ ವಂದನೆಗಳು. ಶಕ್ತಿಯನ್ನು ಹೊಂದಿದ್ದಾಳೆ. ಈ ಮಹಿಳಾ ದಿನಾಚರಣೆಗೆ ಶಿಕ್ಷಣ ಕ್ಷೇತ್ರದಲ್ಲಿ ಛಾಪನ್ನು ಮೂಡಿಸಿರುವ ಹಾಗೆ ಮಾತೃವೇದಿ ಮಹಿಳೆಯರ ಉನ್ನತ ಅಭಿವೃದ್ಧಿಗಾಗಿ ಶ್ರಮ ವಹಿಸುತ್ತಿರುವ ಮೌಂಟ್ ಕಾರ್ಮಲ್ ಕಾಲೇಜ್ ಪ್ರಿನ್ಸಿಪಲ್ ಸಿಸ್ಟರ್ ಉಷಾ ಸಿಎಂಸಿ ಇವರಲ್ಲಿ ತಮ್ಮ ಅಮೂಲ್ಯವಾದ ಹಿತನುಡಿಗಳನ್ನು ಹಂಚಿಕೊಳ್ಳಲು ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. നിർവഹിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ടിനോച്ച, ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരിക്കുന്ന സിസ്റ്റർ ആൻസ്ലിൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സിസ്റ്റേഴ്സ്, യുപ്രാസ്യ ഗ്രൂപ്പിലെ അമ്മമാരെ, ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ വനിതാ ദിനം, അന്തർരാഷ്ട്രീയ വനിതാ ദിനം ആഘോഷിക്കുകയാണ്. അല്പം താമസിച്ചെങ്കിലും എല്ലാവർക്കും ഇതിൻ്റെതായ എല്ലാവിധ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. അമേരിക്കയുടെ തലസ്ഥാനം ഏതാണ്? അമേരിക്കയുടെ തലസ്ഥാനം ന്യൂയോർക്ക്. അത് കേട്ടിട്ടില്ലേ? അയ്യോ, അറിയാമെന്ന് മറന്നുപോയതാണ്. ഓക്കെ, അപ്പം ഈ ന്യൂയോർക്കില് 1909 ഏത് തീയതിയിലാണ്? 1909 വനിതാ തൊഴിലാളികൾ വലിയൊരു സമരം നടത്തി. 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ സമരം നടത്തിയത്. ഒന്നാമത്തേത്, അവർക്ക് വോട്ടവകാശമില്ലായിരുന്നു, അതിനു വേണ്ടിയിട്ട്. രണ്ടാമത്തത്, തുല്യമായ വേതനം ലഭിക്കുവാനായിട്ട്. മൂന്നാമത്തത്, അവർ അന്ന് ഒത്തിരിയേറെ പീഡനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു, അനീതികൾ. അപ്പൊ ഈ അനീതിക്കെതിരെ തുല്യമായ വേതനം ലഭിക്കുന്നതിന് വേണ്ടി, വോട്ടവകാശത്തിന് വേണ്ടി ഒത്തിരി വനിതാ തൊഴിലാളികൾ സമരം ചെയ്ത് അവർ അതിൻ്റെതായ വിജയങ്ങൾ നേടിയെടുത്തു. അതിന്റെ ഓർമ്മ ദിനമാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ. അപ്പം ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അത് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് 1975 മുതൽ. അപ്പൊ ഈ വർഷമാണ് ഇതൊക്കെ ഒരു വലിയൊരു നിധിയായിട്ട് മനസ്സിലാക്കിയാണ്. ഈ ബാൽട്ടിമോർ, മേരിലാൻഡിലെ ബാൽട്ടിമോറിലും ഈ വർഷമാണ് ആദ്യമായിട്ട് വനിതാ ദിനം ആഘോഷം നടത്തിയത് നമ്മുടെ കേരള സമാജക്കാര്. അതുപോലെ തന്നെ നമ്മുടെ ഈ എന്നാർപുരയിലും ഇങ്ങനെ ഒരു യോപ്രാസ്യ ഗ്രൂപ്പിന്റെ ആദ്യമായിട്ടുള്ള ഒരു സമാവേശം ಅಂತ ಹೇಳ್ಬೋದು, ആയോഗ ಅಂತ ಹೇಳ್ಬೋದು, വലിയൊരു ആഘോഷം നടത്തുകയാണ്. ഇത് നമ്മുടെ സിസ്റ്റർ ആൻസലിന്റെ നേതൃത്വത്തിലാണ്. ഈ യോപ്രാസ്യ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഫോർ റോമൻ കാത്തലിക് ലേഡീസ്. നമ്മുടെ ഈ ഇടവകയിലെ അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവരുടെ പ്രാർത്ഥന ഒരു വെറുതെ ഈ പൈസ പിരിക്കുന്നു പിന്നെ ഉളിത്തായം ഉണ്ടാക്കുന്നുള്ളതല്ല. ഇതൊരു പവർ ഹൗസ് ആയിട്ട് മാറണം. ഓരോ ഗ്രൂപ്പും ഓരോ ഇടവകയുടെ ഓരോ വാർഡിലുണ്ടെങ്കിൽ ആ വാർഡിന്റെ ഒരു പവർ ആയിരിക്കണം, ഒരു ഇടവകയുടെ പവർ ആയിരിക്കണം. അപ്പൊ എന്ത് സംഭവിച്ചാലും നമുക്കറിയാം, ഇപ്പൊ നമ്മളെ ക്രിസ്ത്യാനികൾ ഒത്തിരി വിഷമങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പൊ ഇനി മുൻപോട്ടാണെങ്കിലും ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ടോട്ടലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെയുള്ള വലിയൊരു കടമയും ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ ആ രീതിയിലാണ് ഇനിയിപ്പോ ഗ്രൂപ്പുകളൊക്കെ മുമ്പോട്ട് പോകുന്നത്. അത് സിസ്റ്റർ നിങ്ങൾക്ക് നല്ലതായിട്ട് പറഞ്ഞു തരും. ಈಗ ಒಂದು ಸುಂದರವಾದ ಗೀತೆ ಚೆರುಪುಷ್ಪ സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം, നിത്യ സ്നേഹം, ഏതൊരവസ്ഥയിലും
ಜಗತ್ತು ಸಾಧಕರಿಂದ ತುಂಬಿದೆ. ಅವರು ರಾಜಕೀಯ, ಕಲೆ, ವಿಜ್ಞಾನ, ಕಾನೂನು ಇತ್ಯಾದಿ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಪ್ರಗತಿ ಸಾಧಿಸಿದ್ದಾರೆ. ಕೇವಲ ಕನಸು ಕಾಣದೆ ಅದಕ್ಕಾಗಿ ದುಡಿದು ಸಾಧಿಸಿದ ಮಹಿಳೆಯರು ಜಗತ್ತಿನಾದ್ಯಂತ ನಮ್ಮಲ್ಲಿದ್ದಾರೆ. ರಾಜಕೀಯ ಕ್ಷೇತ್ರದಲ್ಲಿ ಛಾಪು ಮೂಡಿಸಿರುವ, ಹಲವಾರು ಕ್ಷೇತ್ರದಲ್ಲಿ ತನ್ನದೇ ಆದ ವ್ಯಕ್ತಿತ್ವವನ್ನು ಹೊಂದಿರುವ ಶಿಲ್ಪಾ ಅನಿಲ್ ಇವರು ಈ ಮಹಿಳಾ ದಿನಾಚರಣೆ ಕುರಿತು ಒಂದೆರಡು ಮಾತುಗಳನ್ನಾಡಲು ಕೇಳಿಕೊಳ್ಳುತ್ತಾರೆ. ಎಲ್ಲರಿಗೂ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಹಿಳಾ ದಿನಾಚರಣೆದ ಶುಭಾಶಯಗಳು. ಹೆಮ್ಮೆಯ ವಿಷಯ, ಯಾಕೆಂದ್ರೆ ನಾನು ಒಂದು ಮಹಿಳೆಯಾಗಿ ನಿಮ್ಮ ಮುಂದೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ಮಾತನಾಡಲು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟ ನನ್ನ ಚಾರಿಟೇಬಲ್ ಸೊಸೈಟಿಯ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಸಿಸ್ಟರ್ ಆದ ಆನ್ಸಿ ಸಿಸ್ಟರ್ಗೆ ಹೃದಯಪೂರ್ವಕ ಅಭಿನಂದನೆಗಳು. ಹಾಗೆ ಹೆಣ್ಣು ಸಮಾಜದ ಕಣ್ಣು, ಇದರ ಅರ್ಥ ಯಾರಿಗಾರ ಗೊತ್ತಾ? ಹಾಗೆ ಸಮಾಜದಲ್ಲಿ ನಮಗೊಂದು ಸ್ಥಾನಮಾನ ಇದೆ. ಹಾಗೆ ಟಿನೋಜ ಹೇಳಿದ್ರು, ಹೊಸ ಸಿಸ್ಟರ್ ಹೇಳಿದ್ರು, ನಮಗೆ ಸಮಾಜದಲ್ಲಿ ಸ್ಥಾನಮಾನ ಇದೆ. ಒಂದು ಹೆಣ್ಣಿಗೆ ಧೈರ್ಯ ಮತ್ತು ಆತ್ಮವಿಶ್ವಾಸ ಯಾವಾಗ ಬರುತ್ತೆ ಅವರು ಸಮಾಜದಲ್ಲಿ ಮುಂದೆ ಹೋಗಕ್ಕೆ ಸಾಧ್ಯ. ಮಹಿಳೆಯರಿಗೆ ಬೇಕಾಗಿದ್ದು ರಚನಾತ್ಮಕವಾದ ಜೀವನ ನಡೆಸಲು ಅವಕಾಶ. ಸಮಾಜದಲ್ಲಿ ಅವಕಾಶ ಮೀಸಲಾತಿಗೆ ಅಲ್ಲ, ರಚನಾತ್ಮಕ ಜೀವನ ನಡೆಸಲು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟರೆ ನಮಗೆ ತುಂಬಾ ಒಳ್ಳೆಯದು. ಸರ್ವಶ್ರೇಷ್ಠಳೆ, ಅವಳಿಗೊಂದು ನಮನ. ಈಗ ಅದೃಷ್ಟ ಮಹಿಳೆ ಯಾರು ಎಂದು ಕಂಡುಹಿಡಿಯುವಂತಹ ಸಮಯ. 2024ರ ಅದೃಷ್ಟ ಮಹಿಳೆ ಯಾರಿರ್ಬೋದು? ಅದೃಷ್ಟ ಮಹಿಳೆ ಯಾರು ಅಂತ ಪರೀಕ್ಷೆ ಮಾಡುವಂತ ಸಮಯ. ಅದನ್ನ ಈಗ ಅಚ್ಚ ಮಾಡ್ತಾರೆ. ತಮ್ಮ ಅಮೂಲ್ಯವಾದ ಹಸ್ತದಿಂದ ಅದೃಷ್ಟ ಮಹಿಳೆಯನ್ನ ಕಂಡುಹಿಡಿಸಿದ್ದಾರೆ ನಮ್ಮ ಟಿನಾ ಅಚ್ಚ. ടോക്കൺ നമ്പർ 34. ടോക്കൺ നമ്പർ 34 ആനി ചേച്ചിയാണ് ഇന്നത്തെ താരം. ಎಂದರೆ ಇನ್ನೊಬ್ಬರ ಹಾದಿಯಲ್ಲಿ ಸಾಗುವ ಬದಲು ತನ್ನದೇ ಆದ ಹೆಜ್ಜೆಯಲ್ಲಿ ನಡೆಯುವುದು. ಹೆಣ್ಣಾಗಿ ಹುಟ್ಟಿರುವುದಕ್ಕೆ ನಾವೆಲ್ಲರೂ ಹೆಮ್ಮೆ ಪಡೋಣ. ಮಹಿಳಾ ದಿನಾಚರಣೆ ಸಂಬಂಧಿಸಿದಂತೆ ಅವೇರ್ನೆಸ್ ಕ್ಲಾಸ್ ತೆಗೆದುಕೊಳ್ಳಲು ಬಂದಂತಹ ಸಿಸ್ಟರ್ ಜಾಯ್ಸಿ ಮರಿಯಾ ಸಿಎಂಸಿ ಇವರನ್ನು ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸುತ್ತಿದ್ದೆ. ನಮಗೊಂದು ನಿಮಿಷ ಕಣ್ಣುಗಳಡಕ್ಕೆ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ
അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ സംരക്ഷിക്കണമേ എന്ന വചനത്തിന്റെ അനന്ത യോഗ്യത എല്ലാ അമ്മമാർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായ കർത്താവായ ഈശോയെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെ കൈവിടല്ലേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും, ഞങ്ങളുടെ നൊമ്പരങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ അധ്വാനങ്ങളെയും എല്ലാം ഈശോയെ തിരുസഭയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, വഴി നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വനിതാ ദിനത്തിൽ ഈ വനിതകളുടെ കൂട്ടത്തിൽ രണ്ട് ബഹുമാനപ്പെട്ട ബ്ലെസ്സഡ് ആയിട്ടുള്ള രണ്ടുപേരുണ്ട്. ഒന്ന് ടിനോ അച്ഛനും ബിജു സാറും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ബോർഡ് അച്ഛനൊക്കെ എനിക്ക് തന്നെയാണ് ഇട്ടുകൊണ്ടുന്നതെന്നല്ല. ഓക്കെ, ഈ വനിതാ ദിനത്തിൽ അച്ഛന്റെ പ്രിയപ്പെട്ട അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന്റെ മനോമുഖരങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു 3 കാര്യങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുന്നു. അച്ഛന്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മ വളരെ സ്നേഹവതിയാണ്. ഞങ്ങളുടെ അപ്പൻ്റെ കുടുംബത്തില് 15 പേരാണ് എൻ്റെ അപ്പനൊക്കെ. 15 മക്കളിലെ ഏറ്റവും മൂത്താണ് എൻ്റെ പപ്പ. അപ്പോൾ ആദ്യമായിട്ട് കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ സഹോദരങ്ങളായ 14 പേര്, അതായത് അപ്പൻ്റെ സഹോദരങ്ങളായ 14 പേർക്ക് അവർക്ക് എല്ലാവർക്കും അമ്മയാണ്. ചേച്ചിയാണെങ്കിൽ പോലും അവരിപ്പോഴും എല്ലാവരും ഏറ്റവും ഇളയത് എൻ്റെ ചേട്ടൻ്റെ പ്രായം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അന്നത്തെ കാലഘട്ടം. അപ്പോൾ ഏറ്റവും ഇളയാണ് എൻ്റെ ചേട്ടൻ്റെ പ്രായം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അമ്മയുടേതായ ഒരു സ്ഥാനം എൻ്റെ അമ്മയ്ക്കുണ്ട്, എൻ്റെ മമ്മിക്കുണ്ട്. മമ്മി എന്നാണ് ഞാൻ വിളിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു സഹോദരങ്ങൾ പോലും, എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ പോലും മമ്മി എന്നാണ് വിളിക്കുക. അപ്പൊ അത്രമാത്രം സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരെയും കാണുന്ന മമ്മി. ദൂരങ്ങളിലായിരിക്കുന്ന മമ്മിക്കും വനിതാ ഡേയുടെ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ പറഞ്ഞു എന്ന് അറിയിക്കണം. ഓക്കെ, ഇനി ബിജു സാർ ഫോട്ടോ എടുക്കുന്നത് മാത്രമുള്ളൂ. ഒരു സെന്റൻസ് അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങൾ അമ്മയെ കുറിച്ച് പറയണമെന്ന്. അമ്മേനെ കുറിച്ച് 2 വാക്ക് പറയുന്നത്, എൻ്റെ എല്ലാം എല്ലാമാണ് അമ്മ. അച്ഛൻ പറഞ്ഞ മാതിരി വളരെ സ്നേഹനിധിയാണ്. പിന്നെ ഞാൻ വർക്കിന് പോയാലും എത്ര സമയമായാലും ഇപ്പോഴും ഞാൻ കല്യാണം ഭാര്യ ഉണ്ടായാലും ഞാൻ വരുന്നവരെ അമ്മച്ചി കുറവില്ല, കാത്തിരിക്കും. അത് എത്ര സമയമായാലും കാത്തിരിക്കും. ಆಮೇಲೆ ಶಿಲ್ಪ ಹೇಳಿದ್ದು ಹೆಣ್ಣು ಸಮಾಜದ ಕಣ್ಣು ಅಂತದೆ. ಅದು ಎಕ್ಸ್ಪ್ರೆಷನ್ ನನಗೆ ಅಷ್ಟು ಕ್ಲಾರಿಟಿ ಗೊತ್ತಾಯಿಲ್ಲ. ಬಟ್ ಈ ಹೆಣ್ಣಿಗೆ ಕಣ್ಣ ಯಾಕೆ ಹೋಲಿಸೋದಂದ್ರೆ, ಒಂದು ಮನುಷ್ಯನಿಗೆ ಅಮೂಲ್ಯವಾದ ಒಂದು ಅವಯವ ಕಣ್ಣು. ಈ ಕಣ್ಣಿಗೆ ಎಷ್ಟು ಪ್ರಾಮುಖ್ಯತೆ ಅಂದರೆ, ಒಂದು ಮನುಷ್ಯನ ಫುಲ್ ಆಟಿಟ್ಯೂಡ್, ಅವನ ಸ್ವಭಾವ ಎಲ್ಲದೂ ಆ ಕಣ್ಣಲ್ಲಿ ಗೊತ್ತಾಗುತ್ತೆ. ಅವನ ಅಂತರಾಳದಲ್ಲಿರುವಂಥ ನಗು, ಸುಖ, ದುಃಖ ಎಲ್ಲ ಕಣ್ಣಲ್ಲಿ ಗೊತ್ತಾಗುತ್ತೆ. ಅದಕ್ಕೆ ಹೆಣ್ಣು ಸಮಾಜದ ಕಣ್ಣು ಅಂತದೆ. ಅದೇ ಸಮಾಜದ ಕಣ್ಣು ಅನ್ನೋದು ಹೆಣ್ಣು. ಅಂದ್ರೆ ಎಲ್ಲ ಕಾರ್ಯಗಳಲ್ಲೂ ಸಂಪೂರ್ಣವಾಗಿ ತೊಡಗಿಸಿಕೊಳ್ಳುವುದೇ ಹೆಣ್ಣು. ಅಮ್ಮನ ಸ್ಥಾನ, ಮನೆಯಲ್ಲಿ ಒಂದು ಸಹೋದರಿಯ ಸ್ಥಾನ, ಎಲ್ಲರ ಸ್ಥಾನವನ್ನ, ಆ ಮನೆಯನ್ನ ಅಲಂಕಾರ ಮಾಡಿಕೊಳ್ಳೋದು ಪೂರ್ತಿ ಆ ಹೆಣ್ಣು. ಹೆಣ್ಣಿಲ್ಲದ ಸಮಾಜ ಯೋಚನೆ ಮಾಡ್ಲಿಕ್ಕಾಗಲ್ಲ. ಹೆಣ್ಣಿಲ್ಲದ ಸಮಾಜ ಯೋಚನೆ ಮಾಡ್ಲಿಕ್ಕಾಗಲ್ಲ. ಆದ್ರಿಂದ ಎಲ್ಲರೂ, ಎಲ್ಲ ಅಮ್ಮಂದಿರಿಗೂ, ಮಹಿಳೆಯರಿಗೂ മഹിളാ ദിനാചരണ ശുഭാശയങ്ങളും. ധന്യവാദം. ഓക്കെ, ഇപ്പൊ ടിനോച്ചനെ കൊണ്ടോ ബിജു സാറിനെ കൊണ്ടോ പറയിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ദൂരം നഷ്ടമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓർക്കും, സിസ്റ്ററിനെ അല്ലേ ക്ലാസ് എടുക്കാൻ വിളിച്ചത്, ഇത് എന്തിനായി സിസ്റ്ററിന്റെ ക്ലാസ് എടുക്കാതിരിക്കാനുള്ള പണിയല്ലേ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതല്ല. ഓക്കെ, ഇന്നത്തെ ദിനം നമ്മുടെ വിമൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ടിനോച്ചനും ബിജു സാറും രണ്ടുപേരും പറഞ്ഞത് ഒരു കാര്യമാണ്. അതായത് അമ്മ എന്ന് പറയുന്നത് സ്നേഹമാണ്, നമ്മളെ കാത്തിരിക്കുന്ന ഒരാളാണ്,
നാം എവിടെ പോയാലും എന്നാൽ പിന്നെ പറഞ്ഞത് സർവസ്വമാണ്. അപ്പം പ്രിയപ്പെട്ട അമ്മമാരെ, മക്കളുടെയും ഈ ലോകത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സർവസ്വമായ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരിയേറെ സ്നേഹം തുളുമ്പി നിൽക്കുന്നു എന്ന്. ഈ മഹിളാ ദിനത്തിൽ, ഈ വനിതാ ദിനത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. ഈ കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നതിന്, കഷ്ടപ്പെടുന്നതിന്, മക്കളെ പോറ്റുന്നതിന്, മക്കളെ വളർത്തുന്നതിന്, നല്ല മാതൃക നൽകുന്നതിന് എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി അമ്മ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? കന്നഡയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ಅಮ್ಮ ಅಮ್ಮ ಅನ್ನೋ ಮಾತು ಬಂತು ಎಲ್ಲಿಂದ, ಭೂಮಿಗೆ ಬಂದ ಮೊದಲನೇ ಕಂದನ ಅಳುವ ಧ್ವನಿಯಿಂದ. ಯಾರಾದ್ರೂ ನಂಬುತ್ತೀರಾ ಅದನ್ನ? ನಂಬದೇ ಇದ್ರೆ ನಾನೇ ಇವಾಗ ಮಿಮಿಕ್ರಿ ಎಲ್ಲ ನಾನು ಮಾಡೋದು, ಆದರೆ ನಾನೇ ತೋರಿಸ್ಕೊಡ್ತೀನಿ ಹೇಗೆ ಅಮ್ಮ ಅನ್ನುವ ಒಂದು ಪದ ಬಂತು ಅಂತ ಹೇಳಿ. പ്രിയപ്പെട്ടവരെ, ഞാനിത് മിമിക്രി കാണിച്ചതാണ്. ಅಮ್ಮ ಅಮ್ಮ ಅನ್ನೋ ಮಾತು ಬಂತು ಎಲ್ಲಿಂದ, ಭೂಮಿಗೆ ಬಂದ ಮೊದಲನೇ ಕಂದನ ಅಳುವ ಧ್ವನಿಯಿಂದ. ಈ ಹಳು ಎಲ್ಲಿಂದ ಬಂತು? ಈ ಹಳು ಎಲ್ಲಿಂದ ಬಂತು? ಭೂಮಿಗೆ ಬಂದ ಮೊದಲನೇ ಕಂದ ಎಲ್ಲಿಂದ ಬಂದ್ರು? ದೇವರ ಕೈಯಿಂದ ಬಂದರು. ದೇವರ ಕೈಯಿಂದ ಬಂದ್ರು ಅಂತ ಹೇಳಿದ್ರೆ, ಈ ಅಮ್ಮ ಅನ್ನುವ ಪದ ಸ್ವರ್ಗದಿಂದ ಬಂದಂತಹ ಪದ. അമ്മ ಅನ್ನುವ പദ സ്വർഗದಿಂದ ಬಂದಂತಹ പദ. നിങ്ങളെ ആരെങ്കിലും അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു വാക്കായി നിങ്ങൾ അതെടുക്കും. ಅಮ್ಮ ಅಮ್ಮ ಅನ್ನೋ ಮಾತು ಬಂತು ಎಲ್ಲಿಂದ, ಭೂಮಿಗೆ ಬಂದ ಮೊದಲನೇ ಕಂದನ ಅಳುವ ಧ್ವನಿಯಿಂದ. ಅರ್ಥ ಆಗ್ತದೆ ಹೇಳ್ತಾ ಇರೋದು? ಅಂದ್ರೆ ನಿಮ್ಮನ್ನ ಸ್ವರ್ಗ ಕಂಡಿದೆ, ದೇವರು ನಿಮ್ಮನ್ನ ಸಲ್ಯೂಟ್ ಮಾಡಿದರೆ, ದೇವರು ನಿಮ್ಮ ಕರಗಳಿಗೆ ಆ ಮಗುವನ್ನ ಕೊಟ್ಟಿದ್ದಾರೆ, ಆದ್ದರಿಂದ ದೇವರು ನೋಡಿದವರು ನೀವು ಅಂತ ಹೇಳಿ ಹೇಳ್ತಾ ಇದ್ದೀವಿ. ಅರ್ಥ ಆಗ್ತಿದೆಯಲ್ಲ ಹೇಳ್ತಾ ಇರೋದು? ಆದ್ದರಿಂದ ಒಂದೊಂದು ಮಗುವನ್ನ ಸಾಕುವಾಗ ಮುದ್ದಿನಿಂದ, ಪ್ರೀತಿಯಿಂದ, ಪ್ರೇಮದಿಂದ, ಭಕ್ತಿಯಿಂದ ನೀವು ಆ ಮಕ್ಕಳನ್ನ പാലിಸಬೇಕು, പോഷിಸಬೇಕು. ಈಗ പിന്നെ നമ്മൾ പറയും, അമ്മ നന്നായാൽ ലോകം നന്നാകും. അമ്മ നന്നായാൽ എവിടെ നന്നാകും? ലോകം നന്നാകും. അമ്മ നന്നായാൽ വീട് നന്നാകും. വീട് നന്നായാൽ നാട് നന്നാകും. നാട് നന്നായാൽ ഇടവക നന്നാകും. ഇടവക നന്നായാൽ രൂപത നന്നാകും. രൂപത നന്നായാൽ പിന്നെ എവിടെ നന്നാകും? തിരുസഭ നന്നാകും. തിരുസഭ നന്നായാൽ ലോകം നന്നാകും. ನಾ ಹೇಳ್ತೀನಿ, ನಾರಿ ಮುನಿದರೆ ಮಾರಿ, നാരി മുരിതരെ മാറി. നമ്മളൊക്കെ കുടുംബത്തിൽ ഒരു വിളക്കാണ്. നമ്മൾ കുടുംബത്തിൽ ഒരു വിളക്കാണ്. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകാശം പരത്തുന്നു. എന്ത് പരത്തുന്നു? പ്രകാശം പരത്തുന്നു. കുറിച്ചിട്ടുണ്ട്. നിങ്ങളെ നോക്കി പറയും, ഈശോ പറയും, ദൈവം പറയും, ഐ ഓൾസോ സല്യൂട്ട് യു. ഇവരിന്ന് വനിതാ ദിനം ആഘോഷിച്ചു, സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെയും സല്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്. അമ്മ നന്നായാൽ ലോകം മുഴുവൻ നന്നായി. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാത്തിനും ഒരു മാതൃകയാകുമ്പോൾ എല്ലാം ശരിയാകും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനും, ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനും ദൈവം 100 മടങ്ങ് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ಅಮ್ಮ നിങ്ങൾ ಸ್ನೇಹമാണ്. ಅಮ್ಮ നിങ്ങൾ ಕ್ಷಮೆയാണ്. ಅಮ್ಮ നിങ്ങൾ ಮಮತೆ ವಾತ್ಸಲ್ಯಗಳ ಆಗರವಾಗಿದ್ದೀರಾ. ಆದ್ದರಿಂದ ದೇವರು ನಿಮಗೆ ಆಯುಸ್ಸನ್ನ, ಎಲ್ಲ ಕೃಪೆಗಳನ್ನ, ಪವಿತ್ರಾತ್ಮರ ಶಕ್ತಿಯನ್ನ ಕರುಣಿಸಲಿ ಅಂತೇಳಿ ಬೇಡ್ತಾ, ದೇವರು ಇನ್ನೂ ಸಹ ನಿಮಗೆ ಬೇಕಾದಂಥ ಕೃಪೆಗಳನ್ನು ನೀಡಲಿ ಅಂತ ಬೇಡ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೀನಿ. ಏನಾದರೂ ನಿಮಗೆ ಒಳ್ಳೆಯದೇನಾದರೂ ಸಿಕ್ಕಿದರೆ ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸೋಣ. ಕುಟುಂಬದಲ್ಲಿ ಬೆಳಕಾಗಿ, ಜ್ಯೋತಿಯಾಗಿ ಎಲ್ಲ ಕಡೆ ಪ್ರಪಂಚದಾದ್ಯಂತ ಪ್ರಜ್ವಲಿಸಲಿ ಎಂದು ಆ ಭಗವಂತನಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಬೇಡ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತೇನೆ. ಉತ್ತಮವಾದ ಕ್ಲಾಸನ್ನು ನೀಡಿದಂತಹ ಸಿಸ್ಟರ್ ಜೋಯ್ಸಿ ಮರಿಯಾ ಇವರಿಗೆ ಧನ್ಯವಾದಗಳು. ತಮ್ಮ ಇಂಪಾದ ಕಂಠದಿಂದ ನಮ್ಮನ್ನು ರಂಜಿಸಲು ಬರುತ್ತಿದ್ದಾರೆ ದೀಪ್ತಿ ಗ್ರೂಪ್.
ശക്തി എന്താണെന്നും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുക്കുകയും നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? ഞാൻ എത്രമാത്രം ഭാഗ്യമുള്ളവളാണ്, എത്രമാത്രം ശക്തി എന്നിലുണ്ട്, നമ്മൾ എത്ര ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് അച്ഛൻ്റെ ക്ലാസ്സിലൂടെ, അച്ഛൻ്റെ ടോക്കിലൂടെയും പിന്നെ ജോയിസമ്മയുടെ ക്ലാസ്, ഉഷാ സിസ്റ്റർ, പിന്നെ നമ്മുടെ ശില്പ, എല്ലാവരും നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ಏಕೆಂದು ನಿರ್ಧರಿಸಿದರೆ ಅದನ್ನು ಸಾಧಿಸಿಯೇ ತೀರುತ್ತಾಳೆ. ಸಾಧನೆ ಅವಳಿಂದ ಸಾಧ್ಯವೆಂದು ಮೊದಲಿಗೆ ಅವಳ ಮೇಲೆ ಅವಳಿಗೆ ನಂಬಿಕೆ ಇರಬೇಕು. ನಿಮ್ಮಲ್ಲಿ ನೀವು ನಂಬಿಕೆ ಇಟ್ಟರೆ ಮಾತ್ರ ನೀವು ಸಾಧಕರಾಗುತ್ತೀರಿ. ಸಿಸ್ಟರ್ ಜಾಯ್ಸಿ ಮರಿಯಾ ಇವರನ್ನು ಆಧರಿಸುವಂತಹ ಸಮಯ. ಇವರನ್ನು ಆಧರಿಸಲು ಸಿಸ್ಟರ್ ಆನ್ಸ್ಲಿ ಇವರನ್ನು ವಿನಂತಿಸಿಕೊಳ್ಳುತ್ತಾರೆ. ಇದು ಶಕ್ತಿ ಸಮಾನತೆ ಮತ್ತು ಸ್ಫೂರ್ತಿಯ ಆಚರಣೆಯಾಗಿದೆ. ಎಲ್ಲಾ ಮಹಿಳೆಯರು ನಮ್ಮ ಸಮಾಜಕ್ಕೆ ನೀಡಿದ ಗಮನಾರ್ಹ ಕೊಡುಗೆಗಳಾಗಿ ನಾವು ಅವರನ್ನು ವಂದಿಸುವ ದಿನವಾಗಿತ್ತು. ಇದೀಗ ബിന്ദുരವರು ವಂದನಾರ್ಪಣೆ ಕಾರ್ಯಕ್ರಮವನ್ನು ನೆರವೇರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. അധ്യക്ഷസ്ഥാനം വഹിച്ചിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛ, വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള അമ്മമാരെ, അന്താരാഷ്ട്ര വനിതാ ദിന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയ വികാരിയച്ഛ, ഒത്തിരി തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ പരിപാടിയിലേക്ക് അമൂല്യമായ സമയം നീക്കിവെച്ച് ഉദ്ഘാടനം ചെയ്ത് നമുക്ക് നല്ല സന്ദേശം നൽകി ഇന്നത്തെ പരിപാടിയെ ആഘോഷമാക്കിയ ടിനോ അച്ഛന് നന്ദിയുടെ നെറുമലറുകൾ നേരുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ പരിപാടിയെ അതിഗംഭീരമാക്കി വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട് എന്റെ നന്ദി പുസ്തകം നിർത്തുന്നു. നമുക്കായി ഒരുക്കി തന്നത് നമുക്കറിയാം നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രോവിൻസിന്റെ കൗൺസിലർ, സോഷ്യൽ വർക്ക് കൗൺസിലർ സിസ്റ്റർ ആൻസിലിനാണ്. സിസ്റ്റർ ആൻസിലിൻ നേഴ്സാണ്, MSW സോഷ്യൽ വർക്കറാണ്. നല്ല പ്രകടനം എല്ലായിടത്തും കാഴ്ചവെച്ച വ്യക്തിയാണ്. അപ്പൊ ഈ സന്തോഷവേളയിൽ നമ്മുടെ തന്നെ ಈ ಮಣ್ಣಿನ ಮಗಳು, ಇದೇ ಊರಿನವರು, ಇದೇ ಕಾಲೇಜಲ್ಲಿ ಕಲಿತಿದವರು, ಜೂನಿಯರ್ ಕಾಲೇಜಲ್ಲಿ ನಮ್ಮ ಕಮ್ಯುನಿಟಿಯಲ್ಲಿ ಬಂದು ಎಲ್ಲರೂ ಸೇರಿ ಬರ್ಬೇಕಾಗಿ ನಿಮ್ಮ ಹತ್ರ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ഭംഗിയായിട്ട് വന്ന് നല്ല കലാവിരുന്ന് സമർപ്പിച്ചു. പിന്നെ അവിടെ സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, നല്ലൊരു വിരുന്നാണ് നിങ്ങൾക്ക് സമ്മാനിച്ചു തന്നത്. ജോയിസമ്മ നല്ല ക്ലാസ് എടുത്തു, ദൈവത്തിന്റെ വലിയ കൃപ അല്ലെ, എല്ലാവരും വളരെ എൻജോയ് ചെയ്തു. ഉഷാമയായിട്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അല്ലെ, എങ്ങനെയാണ് നമ്മുടെ വിമൻസ് ഡേ ആയിരുന്നത്. ഇപ്പൊ ഉഷാമയ്ക്ക് ഒത്തിരി നന്ദി. നമ്മുടെ ക്രിസ്റ്റീന സിസ്റ്റർ ആയിട്ട് ബാംഗ്ലൂർ മദറാണ്, ഒത്തിരി തിരക്കുള്ള ആൾ വന്നിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ശില്പതൊക്കെ എത്ര ഭംഗിയായിട്ടാ പ്രസംഗമൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അത് നമ്മുടെ MC നല്ലൊരു കൈയടി കൊടുത്തേ. MC വളരെ നന്നായിട്ട് ചെയ്തു. വെൽക്കം ചെയ്ത ഷൈനി ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്ദി പറഞ്ഞ ബിന്ദു, വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഡാൻസ് സൂപ്പർ ഡാൻസ് ആയിരുന്നു. അതൊരു സിംഗിൾ ഡാൻസ്. അതല്ല നമ്മുടെ ത്രേസ്യാം ചേച്ചി എന്ത് ഭാഗ്യമായിട്ട് പാടി ചെറുതൊക്കെ പറ്റി കുഴപ്പമില്ല, അത് ആർക്കും പറ്റുന്ന കേട്ടോ. അപ്പൊ നമ്മുടെ ബിജു ആയിട്ട് വളരെ നന്നായിട്ട് ഫോട്ടോഗ്രാഫർ അറേഞ്ച് ചെയ്താണ്. ഞാൻ ഇത്രയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. നന്നായിട്ട് ചെറിയ പ്രോഗ്രാമിന് വലിയ പ്രോഗ്രാമായിട്ട് മാറ്റി അല്ലേ. അതന്നെ നമ്മുടെ ജോയിസമ്മയുടെ വാക്കായിട്ട് നല്ല ഭംഗി പുസ്തകം നമുക്ക് ആശംസയൊക്കെ തന്നു അല്ലേ. എൻജോയ്മെന്റ് ആയിരുന്നു അല്ലേ. നന്നായിട്ട് പാടി. നല്ല യൂണിഫോമിൽ വന്ന ഗ്രൂപ്പ് കേട്ടോ, ഇപ്പൊ നന്നായിട്ട് സെറ്റ് സാരി കൊടുത്തു. ഡാൻസ് സൂപ്പർ അടിപൊളി ഡാൻസ്, സിംഗിൾ ഡാൻസ് കളിച്ച സുമ, നിങ്ങൾ നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു. പാട്ട് പാടി സിംഗിൾ പാട്ട് പാടി പുഷ്പ, ജിഷ, ഇവരുടെ സൂപ്പറായിട്ട് പാട്ട് പാടി. എല്ലാം ഭംഗിയായിരുന്നു. എല്ലാവർക്കും ഒരു ചെറിയ സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ಶುಭಾಶಯ ವಿಶ್ವ ಮಹಿಳಾ ದಿನಾಚರಣೆಯ ಶುಭಾಶಯ ವಿಶ್ವ ಮಹಿಳಾ ದಿನಾಚರಣೆಯ ಶುಭಾಶಯ ವಿಶ್ವ ಮಹಿಳಾ ದಿನಾಚರಣೆಯ ಶುಭಾಶಯ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಪ್ರತಿ ಮಾರ್ಚಿನಲ್ಲಿ ನಾವು 8ನೇ ತಾರೀಖಿನಲ್ಲಿ ಆಚರಣೆ ಮಾಡುವೆವು ನಮ್ಮ ಹಬ್ಬವ ತಾಯಾಗಿ ಮಮತೆ ತೋರಿ ಒಡ ಹುಟ್ಟಿ ಸ್ನೇಹ ತೋರಿ ಸತಿಯಾಗಿ ಪ್ರೀತಿ ಕೊಟ್ಟ ಸಂಭ್ರಮ ಹೆಣ್ಣೆಂಬ ಸಂಭ್ರಮ ನಮ್ಮ ಪ್ರೀತಿ ಅನುಪಮ ನಾವೆಲ್ಲ ಒಂದು ನಾವೆಲ್ಲ ಎಂದು ಯಾರಿಗಿಲ್ಲ ಕಮ್ಮಿ ನಾವ್ಯಾರಿಗಿಲ್ಲ ಕಮ್ಮಿ ಸಮಾನತೆಯ ಹಕ್ಕು ಸಾರುವ ಈ ದಿನ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಮದರ್ ತೆರೇಸಾ ಇಂದಿರಾ ಗಾಂಧಿ ಸಾಲು ಮರದ ತಿಮ್ಮಕ್ಕ ಮಮತೆಯ ಮಹಿಳೆಯರು ಕಿರಣ್ ಬೇಡಿ ಲತಾ ಮಂಗೇಶ್ಕರ್ ಕಲ್ಪನಾ ಚಾವ್ಲಾ ಸಾಧಕ ಮಹಿಳೆಯರು ಮೌಂಟ್ ಎವರೆಸ್ಟ್ ಏರಿದ ಭಾರತದ ಮಹಿಳೆ ಬಚೇಂದ್ರಿ ಪಾಲ್ ಅರುಣಿಮ ಸಿನ್ಹಾ ವೀರ ಮಹಿಳೆಯರು ಝಾನ್ಸಿ ರಾಣಿ ಲಕ್ಷ್ಮೀಬಾಯಿ ಕಿತ್ತೂರಿನ ಚೆನ್ನಮ್ಮ ಒನಕೆ ಓಬವ್ವ ಹೆಣ್ಣಲ್ಲವೇ ನಮಗೆಮ್ಮೆಯಲ್ಲವೇ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ ಹ್ಯಾಪಿ ವುಮೆನ್ಸ್ ಡೇ